നല്ല ദേവനേ, ഞങ്ങളെല്ലാവരെയും നല്ലതാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടേണമേ. നല്ലതാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടേണമേ. പച്ചമേച്ചിലിൽ ഞങ്ങൾ മേഞ്ഞിടുവാനായി മെച്ചമാഹാരത്തെ നീ നൽകിടേണമേ. മെച്ചമാഹാരത്തെ നീ നൽകിടേണമേ. ഈ പ്രഭാതത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇന്നത്തെ ദിവസം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാം ദൈവസന്നിധിയിൽ പലപ്പോഴും എഴുന്നേറ്റ് നിന്ന് സാക്ഷ്യങ്ങൾ പറയാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഭവനങ്ങളിലുള്ള പ്രാർത്ഥനാ യോഗങ്ങളിൽ, അല്ലെങ്കിൽ നമ്മുടെ സഭകളിൽ നടത്തുന്ന പ്രത്യേക പ്രാർത്ഥനാ യോഗങ്ങളിൽ ഒക്കെ നാം സാക്ഷ്യം പറയാറുണ്ട്. ഈ അടുത്ത സമയത്ത് നമ്മുടെ ആണ്ടവസാന യോഗം നടന്നപ്പോൾ ഒരു പക്ഷേ മിക്ക സഭകളിലും ഉള്ളവർക്ക് സാക്ഷ്യങ്ങൾ പറയാൻ അവസരങ്ങൾ ലഭിച്ചു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ചെറിയ ചെറിയ സഭകളിലെല്ലാം ഈ സാക്ഷ്യ യോഗങ്ങൾ നടക്കാറുണ്ട്. വാച്ച് നൈറ്റ് സർവീസിനോട് ചേർന്ന് എല്ലാവർക്കും സാക്ഷ്യം പ്രസ്താവിക്കാനുള്ള സമയം ലഭിക്കാറുണ്ട്. എന്നാൽ വലിയ സഭകളിലാകട്ടെ അതിനുള്ള സാഹചര്യം ഒരുപക്ഷെ ലഭിച്ചില്ല എന്ന് വരാം. എന്നിരുന്നാലും ഏതെങ്കിലുമൊക്കെ അവസരങ്ങളിൽ നാം ദൈവസന്നിധിയിൽ നമ്മുടെ സാക്ഷ്യം പറയാറുണ്ട്. അങ്ങനെ സാക്ഷ്യങ്ങൾ പറയുമ്പോൾ നാം സാധാരണയായി എന്താണ് പറയാറുള്ളത്? ദൈവം ചെയ്ത ഉപകാരങ്ങളൊക്കെ ഓർത്ത് ദൈവത്തിന് നാം നന്ദി പറയാറുണ്ട്. ഈ ഓരോ ആളുകളും സാക്ഷ്യം പറയുമ്പോൾ ഞാൻ അത് ശ്രദ്ധിക്കാറുണ്ട്. എന്താണ് അവർ സാക്ഷ്യമായി പറയുന്നത്? മിക്കപേരും പറയുന്നത്, കർത്താവ് എനിക്ക് നല്ലവനായിരുന്നു, വിശ്വസ്തനായിരുന്നു, ഞാൻ അവിശ്വസ്തനായിരുന്നുവെങ്കിലും കർത്താവ് വിശ്വസ്തനായിരുന്നു, ഞങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ളതെല്ലാം ദൈവം നൽകി തന്നു. അങ്ങനെ അങ്ങോട്ട് ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങളും നാം ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നാം സാക്ഷ്യം പറയാറുണ്ട്. എന്നാൽ ഈ സാക്ഷ്യവാചകങ്ങളിൽ കർത്താവിന് വേണ്ടി നാം എന്ത് ചെയ്തു എന്നുള്ളത് പലപ്പോഴും ശൂന്യമായി കിടക്കുന്നൊരു ഭാഗമാണ്. കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് നാം ധാരാളം അനുഗ്രഹങ്ങൾ പ്രാപിക്കുമ്പോൾ കർത്താവിന് വേണ്ടി നാം എന്താണ് ചെയ്തത്, നാം ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് പറയുവാനും നാം ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് സാക്ഷ്യം എന്ന് പറയുന്നത് വളരെയേറെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യമാണ്. അപ്പോസ്തല പ്രവൃത്തികളിൽ ദാവീദിനെ സംബന്ധിച്ച് ദൈവം തന്നെ പറഞ്ഞിരിക്കുന്നതായ ഒരു സാക്ഷ്യം അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായം 22-ാം വാക്യത്തിൽ കാണാൻ സാധിക്കുന്നു. അതിങ്ങനെയാണ്: ഞാൻ ഇശായിയുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു. അവൻ എൻ്റെ ഹിതമെല്ലാം ചെയ്യും എന്ന് അവനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. വളരെ ചിന്തനീയമായ ഒരു വേദഭാഗമാണിത്. ദാവീദിനെ സംബന്ധിച്ച് ദൈവം താൻ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണ്, ഞാൻ ഇശായിയുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു എന്നുള്ളത്. നോക്കണം, ആ പദപ്രയോഗങ്ങൾ വളരെയേറെ ശ്രദ്ധേയമാണ്. എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടിരിക്കുന്നു എന്ന് ദൈവം ഒരാളിനെപ്പറ്റി സാക്ഷ്യപ്പെടുത്തുക എന്ന് പറയുന്നത് എത്രയോ ശ്ലാഘനീയമായ ഒരു കാര്യമാണ്. ഇംഗ്ലീഷ് പരിഭാഷയിൽ ആ വാക്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: I have found David the son of Jesse, a man after my heart, who will do all my will. ഇവിടെ ദൈവം പറയുന്നത്, ദാവീദിനെ എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായി ഞാൻ കണ്ടിരിക്കുന്നു എന്നാണ്. ദൈവം തൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായി നമ്മെ കാണുക എന്ന് പറയുന്നത് എത്രയോ അനുഗ്രഹകരമായ ഒരു കാര്യമാണ്. കർത്താവിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ നാം അതൊന്ന് ചിന്തിച്ച് നോക്കേണ്ടത് ആവശ്യമാണ്. ദൈവം നമ്മെപ്പറ്റി സാക്ഷ്യം പറയുമ്പോൾ ഈ ഒരു കാര്യം പറയുമോ എന്നുള്ളത് നാം ഒന്ന് ചിന്തിച്ച് നോക്കുന്നത് നന്നായിരിക്കും. എൻ്റെ ഹൃദയപ്രകാരമുള്ള വ്യക്തിയാണ് ഇത് എന്ന് നമ്മെപ്പറ്റി ദൈവം സാക്ഷ്യപ്പെടുത്തുകയാണെങ്കിൽ അതെത്ര വലിയ അനുഗ്രഹകരമായ ഒരു കാര്യമാണ്. പലപ്പോഴും നമുക്ക് അതിന് യോഗ്യതയില്ല,
ആ യോഗ്യതയിലേക്ക് വരാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതല്ലേ പരമാർത്ഥം? ദൈവം തൻ്റെ ഹൃദയപ്രകാരമുള്ള ഒരു വ്യക്തിയായി നമ്മെ സ്വീകരിക്കുവാൻ ഇടയാകട്ടെ എന്ന് ഇന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ പശ്ചാത്തലവും വളരെയേറെ പ്രധാനപ്പെട്ടതാണ്. ഇസ്രായേൽ ജനം ദൈവത്തോടൊരു രാജാവിനെ ആവശ്യപ്പെട്ടു. വാസ്തവത്തിൽ ദൈവം അവർക്ക് രാജാവായിരുന്നു, അവർക്ക് അത് മതിയായിരുന്നു. എന്നാൽ അവർ ദൈവത്തോട് പറയുകയാണ്, ഞങ്ങൾക്കൊരു രാജാവിനെ വേണം. വാസ്തവത്തിൽ അത് അനിഷ്ടമായ ഒരു കാര്യമായിരുന്നു. എന്നിരുന്നാലും ദൈവം അവരുടെ അപേക്ഷ മാനിച്ചു. അപ്പോസ്തലപ്രവൃത്തികൾ 13-ാം അധ്യായം 21-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, കീശിൻ്റെ മകനായ ശൗലിനെ 40 ആണ്ടേക്ക് അവർക്ക് കൊടുത്തു എന്നാണ്. 40 വർഷങ്ങളിലേക്ക് ഭരിക്കുന്നതിന് വേണ്ടി ദൈവം ശൗലിനെ അവർക്ക് രാജാവായി സമ്മാനിച്ചു. എന്നാൽ സംഭവിച്ചത് എന്താണ്? 21-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്തിൽ നാം വായിക്കുന്നു, ആ ദൈവം തന്നെ ശൗലിനെ നീക്കിക്കളഞ്ഞു. 2 വർഷം മാത്രമേ ഇസ്രായേലിൽ ഭരിക്കുവാൻ ശൗലിന് സാധിച്ചുള്ളൂ. 1 ശമൂവേൽ 13-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. 2 വർഷം കൊണ്ട് ശൗൽ തെളിയിച്ചു, ഞാൻ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനല്ല എന്നുള്ളത്. അങ്ങനെ തെളിയിച്ചത് കൊണ്ട്, ദൈവത്തിന് വിരുദ്ധമായി അവൻ പോയതുകൊണ്ട് ദൈവം അവനെ നീക്കിക്കളഞ്ഞു. ശ്രദ്ധിക്കുക, 40 വർഷത്തേക്ക് ഭരിക്കുവാൻ ദൈവം കൊടുത്ത ആ രാജസ്ഥാനത്ത് നിന്ന് 2 വർഷമായപ്പോൾ ദൈവം തന്നെ ശൗലിനെ നീക്കിക്കളഞ്ഞു എന്നുള്ളത് വളരെ ചിന്തനീയമായ ഒരു പാഠമാണ്. ഇതോടനുബന്ധിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്, പക്ഷേ നമ്മുടെ സമയം അതിനനുവദിക്കാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ദൈവം തുടർന്നു വരുന്നതായ സമയം ആർക്കാണ് സമ്മാനിച്ചത്? തൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായ ദാവീദിന് സമ്മാനിച്ചു. അതോട് ചേർത്ത് കർത്താവ് പറയുകയാണ്, അവൻ എൻ്റെ ഹിതമെല്ലാം ചെയ്യും എന്ന് അവനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. നോക്കുക, ദാവീദിനെപ്പറ്റി ദൈവം പറയുന്നതായ ഒരു സാക്ഷ്യം, അവൻ എൻ്റെ ഹിതമെല്ലാം ചെയ്യും എന്നുള്ളതാണ്. ഇന്ന് രാവിലെ നമ്മെപ്പറ്റി ദൈവം പറയുന്നതായ സാക്ഷ്യം എന്താണ്? നാം ദൈവത്തിൻ്റെ ഹിതം ചെയ്യുമോ എന്നുള്ളത് ദൈവം നമ്മെ സൂക്ഷ്മമായി നോക്കുന്നതായ ഒരു കാര്യമാണ്. നാം എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്യുന്നവരാണ്. എന്നാൽ നാം ദൈവഹിതമാണോ ചെയ്യുന്നത് എന്നുള്ളത് ഉറപ്പാക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ദിവസവും ദൈവഹിതം ചെയ്യുവാൻ നാം ബാധ്യസ്ഥരാണ്. ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും ദൈവഹിതം നാം ചെയ്യേണ്ടത് ആവശ്യമാണ്. അതിനാണ് നാം പ്രാധാന്യം കൊടുക്കേണ്ടുന്നത്. അതുമാത്രമാണ് നാം ചെയ്യേണ്ടുന്നത്. അതിനെപ്പറ്റി തിരുവെഴുത്ത് വിശേഷിപ്പിക്കുന്നത് നമ്മെപ്പറ്റിയുള്ള ദൈവത്തിൻ്റെ വിചാരങ്ങൾ എന്നാണ്. നാം ചിന്തിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ടുള്ള വിചാരങ്ങൾ ദൈവത്തിന് നമ്മെ സംബന്ധിച്ചുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ ചെറുപ്പകാലം മുതൽ നാം എവിടെ ആയിരിക്കണമെന്നും, എന്ത് പഠിക്കണമെന്നും, എന്ത് വിഷയം പഠിക്കണമെന്നും, എന്ത് ജോലി ചെയ്യണമെന്നും, എവിടെ ജോലി ചെയ്യണമെന്നും, ആരെ വിവാഹം കഴിക്കണമെന്നും, എവിടെ എങ്ങനെയൊക്കെ ആയിരിക്കണമെന്നും എല്ലാം ദൈവത്തിന് ഓരോരുത്തരെ സംബന്ധിച്ചും പ്രത്യേകമായ ഹിതങ്ങളുണ്ട്. ആ ഹിതങ്ങൾ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. ആ ദൈവഹിതം അന്വേഷിക്കുവാനും അറിയുവാനും നാം ബാധ്യസ്ഥരാണ്. ദാവീദ് തൻ്റെ ജീവിതത്തിൽ അത് ചെയ്തിരുന്നു. തൻ്റെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾ വരുമ്പോഴും താൻ ദൈവഹിതത്തെ മാനിച്ചു, ദൈവത്തോട് ആലോചന ചോദിച്ചു. അതിനുശേഷം മാത്രമേ താൻ എന്തെങ്കിലും ചെയ്തിട്ടുള്ളൂ. നാം ഉദാഹരണമായി നോക്കുമ്പോൾ ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 30-ാം അധ്യായത്തിൽ കാണുന്നത് വളരെ പ്രധാനപ്പെട്ടതായ ഒരു സംഭവമാണ്. ദാവീദും കൂടെയുള്ളവരും യുദ്ധത്തിന് പോകുമ്പോൾ അമാലേക്യർ വന്നിട്ട് അവരുടെ സമ്പാദ്യങ്ങൾ മുഴുവനായി അപഹരിച്ചു കൊണ്ടുപോയി. അവരുടെ ഭാര്യമാരെയും മക്കളെയും വരെ അവർ കൊണ്ടുപോയി കളഞ്ഞു. അങ്ങനെ തിരിച്ചു വരുമ്പോൾ ഈ നഷ്ടം എല്ലാം കണ്ടിട്ട് എല്ലാവരും വാവിട്ട് നിലവിളിച്ചു. എല്ലാം നഷ്ടപ്പെട്ടവർ വാവിട്ട് നിലവിളിക്കുമ്പോൾ അവർ പറയുകയാണ്, എല്ലാറ്റിൻ്റെയും കാരണക്കാരൻ ദാവീദാണ്, തന്നെ കല്ലെറിയണം എന്ന് ആളുകൾ ആക്രോശിച്ചു. പക്ഷേ ദാവീദ് എന്താണ് ചെയ്തത്? 1 ശമൂവേൽ 30-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ദാവീദ് അബ്യാഥാർ പുരോഹിതനോട് പറയുകയാണ്, ഏഫോദ് കൊണ്ടുവരിക, ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് ഞാൻ തുടർന്നുള്ള കാര്യങ്ങൾ ചെയ്യും.
നോക്കുക, ദൈവത്തോട് ആലോചന ചോദിച്ച് ദൈവഹിതം എന്താണെന്ന് തീർച്ചയാക്കിയതിന് ശേഷം മാത്രമേ ദാവീദ് തൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്തിരുന്നുള്ളൂ. ഇന്ന് രാവിലെ ഇത് നമുക്ക് വലിയൊരു പാഠം നൽകുകയാണ്. നമ്മുടെ ജീവിതത്തിലെ ഏതൊരു കാര്യത്തിനു മുൻപായും ദൈവഹിതം എന്താണ് എന്നുള്ളത് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ തിരിച്ചറിഞ്ഞിട്ട് ആ ദൈവഹിതത്തെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ ദൈവം നമ്മെ സംബന്ധിച്ചും സാക്ഷ്യം പറയും. ഇവൻ അല്ലെങ്കിൽ ഇവൾ എൻ്റെ ഹൃദയപ്രകാരമുള്ള വ്യക്തിയാണ്. ഇന്നത്തെ ദിവസം നമുക്ക് അങ്ങനെ ഒരു സാക്ഷ്യം ലഭിക്കുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. റോമാലേഖനം 12-ാം അധ്യായം 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് പോലെ, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിയുവാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഇന്നത്തെ ദിവസം അതിന് മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ക്രിസ്തുവേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, അനുഗ്രഹകരമായ ഈ ദിവസത്തിനായി ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ വിചാരങ്ങൾ ഞങ്ങളുടെ വിചാരങ്ങളിലും അവിടുത്തെ വഴികൾ ഞങ്ങളുടെ വഴികളിലും ഉന്നതമാകയാൽ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം കർത്താവേ, ഞങ്ങളെപ്പറ്റിയുള്ള അവിടുത്തെ ഹിതം തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ ഹിതം ചെയ്യുവാൻ എല്ലാവരെയും അനുവദിക്കണമേ, ഇടയാക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അവിടുത്തെ ഹിതത്തിന് അനുസരണമായി ജീവിക്കുവാൻ, അവിടുത്തെ ഹിതത്തിന് അനുസരണമായി തന്നെ എല്ലാം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. അങ്ങനെ അവിടുത്തെ ഹൃദയപ്രകാരമുള്ള മക്കളായി ജീവിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിലൂടെ ലഭിക്കുന്നതായ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിന് ഉപോത്ബലകമാകുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഈ പുതിയ വർഷത്തിൽ കർത്താവേ, അവിടുത്തെ ഹിതത്തിന് ഏറ്റവും വലിയ പ്രാധാന്യം കൊടുത്ത് ജീവിപ്പാൻ, അതുമാത്രം ചെയ്യുവാൻ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ. അൻപുള്ള സ്വരം മുൻപേ നടന്നു സദാ കേൾപ്പിക്കണമേ. മുൻപേ നടന്നു സദാ കേൾപ്പിക്കണമേ.